ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. നരനെ പേടിച്ച് ജയബാലൻ നരന്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്. നരൻ എന്നിട്ട് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി ഇങ്ങനെ എന്തേലും പ്രശ്നമുണ്ടേൽ എന്നോട് വേണം ആദ്യം പറയാൻ എന്ന ദേഷ്യത്തിൽ പറഞ്ഞിട്ടാണ് നരൻ അകത്തേക്ക് പോകുന്നേ. നരന്റെ മുത്തശ്ശി അംബിക പറയാണ്, ഇതാണ് എന്റെ കൊച്ചുമോൻ. അപ്പോ വിനീത് പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരാള് ജയബാലനെ ഇതുപോലെ അടിക്കുന്നേ കാണുന്നേ. രഘുനാഥ് എന്നിട്ട് കാവേരിയുടെ ഫാമിലിയോട് ചോദിക്കുകയാണ്, നിങ്ങളും ജയബാലനും തമ്മിൽ എന്താണ് പ്രശ്നം? കാവേരി അപ്പോ എല്ലാ കാര്യവും രഘുനാഥൻ സാറിനോട് പറയാണ്. അപ്പോ രഘുനാഥ് പറയാണ്, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവൂല. എന്റെ കൊച്ചുമോനെ മറികടന്ന് ആരും ഇങ്ങോട്ട് വരാനും പോണില്ല. നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായി താമസിക്കാം എന്ന് പറഞ്ഞ് കാവേരിയുടെ ഫാമിലിയെ വാടക വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് നരന്റെ മുത്തശ്ശനും മുത്തശ്ശിയും. ശാരദയും കാവേരിയും എല്ലാരും പുതിയ വീട്ടിലേക്ക് കയറി പാല് കാച്ചാണ്. എന്നിട്ട് വാടകയുടെ അഡ്വാൻസ് എമൗണ്ട് രഘുനാഥൻ സാറിന് കൊടുക്കുകയാണ് ശാരദ. എന്നിട്ട് ശാരദ രഘുനാഥനോട് പറയാണ്, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കൂല സാറേ. അപ്പോ രഘുനാഥ് പറയാണ്, എനിക്ക് നല്ലവരാരാണെന്നും ചീത്തവരാരാണെന്നും അവരെ കണ്ടാ മനസ്സിലാകും. നിങ്ങൾ ഇനി ജയബാലനെ പേടിച്ച് നിൽക്കണ്ട, ഇവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും. എന്നിട്ട് വിനീതും ഗംഗയും കാവേരിയും ഒക്കെ പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. ആ സമയത്താണ് മുത്തശ്ശിയുടെ മോള് ഗായത്രി അവരെ പരിചയപ്പെടാൻ വരുന്നത്. എന്നിട്ട് വിനീതിനെയും ഗംഗയെയും പരിചയപ്പെടുകയാണ്. ഞാൻ ഇവിടത്തെ മുത്തശ്ശിയുടെ മോളാണ്. നിങ്ങൾക്ക് എന്തേലും ആവശ്യം വന്നാൽ മടിക്കാതെ എന്നോട് പറയണം എന്ന് പറഞ്ഞ് ശാരദയെയും അച്ഛമ്മയെയും ഒക്കെ പരിചയപ്പെടാൻ പോവുകയാണ് ഗായത്രി. ഈ സമയത്ത് നരൻ കോളിൽ ആരോടോ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. അത് കേട്ട് കാവേരിയും ഗംഗയും വിനീതും യമുനയും ഒക്കെ നരനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ശിവരാജൻ വാടക വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഗായത്രിയെ വിളിക്കുകയാണ്. വിനീതും ഗംഗയും കാവേരിയും ഒക്കെ നരനെ ഒരു ഭയത്തോടെ നോക്കുന്നേ കണ്ട് ശിവരാജൻ പറയാണ്, നരൻ ഇങ്ങനെ തന്നെയാണ്, എല്ലാരോടും ദേഷ്യത്തിലാ സംസാരിക്ക. പെണ്ണാണേല് പറയണ്ട, അവന് ഒട്ടും ഇഷ്ടമില്ലാത്തത് സ്ത്രീകളെയാണ്. ശിവരാജൻ എന്നിട്ട് ഗായത്രിയെയും വിളിച്ച് അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ഗംഗ കാവേരിയോട് ചോദിക്കുകയാണ്, ഇത് മുത്തശ്ശിയുടെ രണ്ടാമത്തെ മോളും മരുമകനുമല്ലേ? ആ ഫോണിൽ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് മുത്തശ്ശിയുടെ മൂത്ത മോളുടെ കൊച്ചുമോനാണല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറയാണ് കാവേരി. എന്നിട്ട് വിനീത് നരനെ പരിചയപ്പെടാൻ വിളിക്കുകയാണ്. നരന്റെ അടുത്ത് വന്ന് പറയാണ്, എന്റെ പേര് വിനീത് എന്നാണ് എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. പക്ഷേ നരൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോ വിനീത് പറയാണ്, നിങ്ങൾ ആ ജയബാലനെ അടിച്ചത് നന്നായി. ഞങ്ങളുടെ നാട്ടിലെ വലിയ ആളാണ് ഈ ജയബാലൻ. അവരെ അടിക്കാൻ ഞങ്ങൾക്ക് തന്നെ പേടിയാണ്. പക്ഷേ നിങ്ങൾ ആ ജയബാലനെ എതിർത്ത് നിന്ന് സംസാരിച്ചതും അവനെ അടിച്ചതും ഒക്കെ വേറെ ലെവലാണ്. ഞാൻ തന്നെ നിങ്ങളുടെ ഫാനായി പോയി. പക്ഷേ നരൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ്. വിനീത് ആകെ നാണം കെട്ട പോലെ തിരിച്ച് ഗംഗയുടെ അടുത്തേക്ക് വരികയാണ്. ഗംഗ അപ്പോ ദേഷ്യത്തിൽ വിനീതേട്ടനോട് പറയാണ്, നിങ്ങൾ എന്തിനാ അവനോടൊക്കെ സംസാരിക്കാൻ പോയത്? അവൻ തന്നെ ഒരു ദേശക്കാരനാണ്, പണക്കാരനാണെന്ന അഹങ്കാരമാണ് അവന്. ഇനി വിനീതേട്ടൻ അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അകത്തേക്ക് പോവാണ് ഗംഗ. അപ്പോ കാവേരി വന്ന് വിനീതേട്ടനോട് പറയാണ്, ഈ കുടുംബത്തിലുള്ളവരെ മനസ്സിലാക്കാൻ കുറെ ദിവസം എടുക്കുന്നാ തോന്നുന്നേ വിനീതേട്ടാ. എല്ലാവർക്കും പല രീതിയിലുള്ള സ്വഭാവമാണ്. അത് ശരിയാണെന്ന് പറയാണ് വിനീതും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നരന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ശിവരാജനും ഗായത്രിയും ഒക്കെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോ അംബിക രഘുനാഥനോട് പറയാണ്, നമുക്ക് നരന്റെ കല്യാണം നടത്തണ്ടേ? എത്ര നാളാ നരൻ കല്യാണം കഴിക്കാതെ ഇരിക്കാൻ പോകുന്നേ? ഇവനും ഒരു പെണ്ണൊക്കെ വേണ്ടേ? അപ്പോ രഘുനാഥ് പറയാണ്, ഞാൻ അവനോട് പറയാത്തേ അല്ലല്ലോ, ഞാൻ പറഞ്ഞാലും നരൻ കേൾക്കുന്നില്ല. അപ്പോ ശിവരാജൻ പറയാണ്, നിങ്ങൾക്ക് അവന്റെ കല്യാണക്കാരൻ പറഞ്ഞ് ബോറടിക്കുന്നില്ലേ? ഡെയിലി ഇത് തന്നെയല്ലേ ഇവിടെ പറയുന്നേ? ആ സമയത്താണ് നരൻ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വരുന്നേ. എന്നിട്ട് മുത്തശ്ശിയോട് മരുന്നൊക്കെ കഴിച്ചോന്ന് ചോദിക്കുകയാണ് നരൻ.
മുത്തശ്ശനോട് ചോദിക്കാണ്, ഇന്ന് നടക്കാൻ പോയില്ലല്ലോ. അപ്പോ രഘുനാഥ് ചോദിക്കാണ്, നിന്നോട് ആര് പറഞ്ഞ്? അപ്പോ നരൻ പറയാണ്, ആര് പറയാന്, ഇവിടുത്തെ ക്യാമറ തന്നെ തെളിവല്ലേ. മുത്തശ്ശി ഫുഡ് കഴിക്കാതെ സങ്കടപ്പെട്ടിരിക്കുന്നേ കണ്ട് നരൻ ചോദിക്കാണ്, എന്തു പറ്റി മുത്തശ്ശി ഫുഡ് കഴിക്കാത്തെ? കഴിച്ചോളാന്ന് പറയാണ് മുത്തശ്ശി. എന്നിട്ട് മുത്തശ്ശി പറയാണ്, നിന്റെ അച്ഛന്റെ ചേച്ചി വിളിച്ചിരുന്നു. നിന്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം നിന്നെ ആർക്കും കൊടുക്കാതെ ഞങ്ങൾ വളർത്തി എന്ന് കുറ്റം പറയാണ്. അങ്ങനെ ചോദിച്ചോന്ന് മുത്തശ്ശിയോട് ചോദിക്കാണ് നരൻ. മുത്തശ്ശി അതേന്ന് പറയുമ്പോ രഘുനാഥ് ഗായത്രിയോട് ആണോന്ന് തലയാട്ടി ചോദിക്കാണ്. അല്ലെന്ന് പറയാണ് ഗായത്രി. അത് കണ്ട് ശിവരാജ മനസ്സിൽ പറയാണ്, ഡെയിലി ഓരോ പുതിയ കഥയുമായി വരാണല്ലേ. എന്നിട്ട് മുത്തശ്ശി നരനോട് പറയാണ്, അവര് നിന്നെ വളർത്തിയിരുന്നെങ്കിൽ ഇപ്പോ നിന്റെ കല്യാണം കഴിഞ്ഞേനെ എന്നൊക്കെ. നരൻ കല്യാണം കഴിക്കാൻ വേണ്ടി മുത്തശ്ശി ഓരോ കള്ളത്തരങ്ങൾ പറയാണ്. നരൻ അപ്പോ പറയാണ്, ആര് വളർത്തിയാലും എന്റെ കല്യാണം നടക്കൂല. ഞാനാണ് തീരുമാനിക്കേണ്ടത് എപ്പോ കല്യാണം കഴിക്കണം എന്നത്. ഞാൻ എന്തായാലും കല്യാണം കഴിക്കാനൊന്നും പോണില്ല. ഇനി ആ ടോപ്പിക്ക് പറഞ്ഞ് എന്നോട് ആരും സംസാരിക്കാൻ നിൽക്കണ്ട. ഇനി അത് പറഞ്ഞു വന്നാൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കൂല. അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഗായത്രിയും ഒക്കെ ടെൻഷൻ ആവാണ്. പിറ്റേന്ന് നിളയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി റെഡിയാവുകയാണ് ശാരദയും ഗംഗയും കാവേരിയും ഒക്കെ. വിനീതേട്ടനോട് കാവേരി പറയാണ്, വിനീതേട്ടൻ ബാങ്കിൽ പോയി പണം എടുക്കൂലേ? അത് ഞാൻ ബാങ്കിൽ പോയി എടുത്തിട്ട് വന്നോളാന്ന് പറയാണ് വിനീതേട്ടൻ. നിങ്ങളെല്ലാരും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞാൻ പണമായിട്ട് അങ്ങോട്ട് വരാം. ശാരദ യമുനയോട് അച്ഛമ്മയുടെ ഒപ്പം നിൽക്കാൻ പറയാണ്. എന്നിട്ട് ശാരദയും ഗംഗയും കാവേരിയും ഒക്കെ നിളയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വിനീത് പണം എടുക്കാൻ ബാങ്കിലേക്കും പോവുകയാണ്. ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ബാങ്കിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ സ്റ്റാഫ് പറയാണ്, ഇത് വലിയ എമൗണ്ട് അല്ലേ, കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കാം. എന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വിനീതിനെ ആ ബാങ്കിലെ സ്റ്റാഫ് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാലോ. അത് കേട്ട് ഞെട്ടാണ് വിനീത്. എന്നിട്ട് സാറിനോട് പറയാണ്, അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് സാറേ, ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്ക്. ഇല്ലാന്ന് തന്നെ പറയാണ് സാറ്. അത് കേട്ട് ടെൻഷൻ ആവാണ് വിനീതിന്. ഞാൻ 2-3 ദിവസം മുന്നേ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തതാണല്ലോ, 50 ലക്ഷമാണ് സാറേ അത്. സാർ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെക്കിന്റെ സ്ലിപ്പും ക്യാഷ് ട്രാൻസ്ഫർ ആയതിന്റെ മെസ്സേജും ഒക്കെ കാണിച്ചു കൊടുക്കാണ് വിനീത് സാറിനെ. അപ്പോ സാറ് പറയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ലാന്ന് തന്നെ പറയാണ് വിനീത്. അപ്പോ സാറ് പറയാണ്, നിന്റെ അക്കൗണ്ടില് ക്യാഷ് കാണിക്കുന്നില്ല, വേറെ ആരെങ്കിലും നിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടോന്ന് ചോദിക്കാണ് സാറ്. അപ്പൊ വിനീത് പറയാണ്, എന്റെ ക്യാഷ് പിന്നെ എവിടെ പോവാനാണ്, ഞാൻ അതിന്ന് ക്യാഷ് ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല. അപ്പോ സാറ് പറയാണ്, നിന്റെ അക്കൗണ്ടിൽ ക്യാഷ് കാണിക്കുന്നില്ല, വിഡ്രോ ചെയ്തെന്ന് തന്നെ കാണിക്കുന്നേ. നിനക്ക് എന്തേലും സംശയം ഉണ്ടേല് മാനേജറെ പോയി കണ്ട് സംസാരിച്ചോ. വിനീത് അപ്പോ ടെൻഷനിൽ അവിടുന്ന് പോവുകയാണ്. കാവേരിയും ശാരദയും ഗംഗയും കൂടി നിളയെയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്ന് നിളയുടെ ഓപ്പറേഷനുള്ള റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. ഓപ്പറേഷന് മുന്നേ വേണ്ട ടെസ്റ്റും കാര്യങ്ങൾക്കും വേണ്ടി നിളയെ ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യാണ്. സിസ്റ്റർ വന്നിട്ട് അഡ്മിഷൻ ചാർജും ബാക്കി ടെസ്റ്റുകളുടെ ബില്ലും ഒക്കെ ഇപ്പോൾ തന്നെ അടയ്ക്കാൻ പറയാണ് കാവേരിയോട്. എന്നിട്ട് ഗംഗയും കാവേരിയും വിനീതേട്ടനെ വെയിറ്റ് ചെയ്യാണ്. വിനീത് ഹോസ്പിറ്റലിൽ വന്ന് കാവേരിയെ കണ്ടപ്പോൾ ടെൻഷനിൽ പറയാണ്, അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോ ക്യാഷ് ഇല്ലാന്നാ പറയുന്നേ കാവേരി. അത് കേട്ട് ഞെട്ടാണ് കാവേരി. എന്നിട്ട് വിനീതേട്ടനോട് ചോദിക്കാണ്, ക്യാഷ് ഇല്ലെന്നോ? ക്യാഷ് എവിടെ പോവാനാ? വിനീതേട്ടൻ തമാശ കളിക്കല്ലേ ഈ നേരത്ത്, ക്യാഷ് എവിടെയെന്ന് ചോദിക്കാണ് കാവേരി. അപ്പോ വിനീത് ടെൻഷനിൽ പറയാണ്, എനിക്കറിയൂല കാവേരി, ബാങ്ക് പോയി ചോദിച്ചപ്പോ ക്യാഷ് ഇല്ലെന്നാ പറയുന്നേ. അപ്പോ കാവേരി ചോദിക്കാണ്, വിനീതേട്ടൻ പറയുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല, അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയെന്ന മെസ്സേജ് വന്നതല്ലേ, പിന്നെ എങ്ങനെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവാ? അപ്പോ വിനീതും പറയാണ്, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന മെസ്സേജ് വന്നപ്പോ
ഞാൻ നിനക്കും കാണിച്ചതല്ലേ. പക്ഷേ ഞാൻ ഇന്ന് ബാങ്കിൽ പോയി ചോദിച്ചപ്പോ എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെന്നാ പറയുന്നേ. ക്യാഷ് മുഴുവനും വിഡ്രോ ചെയ്തെന്നാ ബാങ്കുകാര് പറയുന്നേ. അത് കേട്ട് കാവേരി ചോദിക്കാണ്, അതാരെടുക്കാനാണ്? വിനീതേട്ടന്റെ പെർമിഷൻ ഇല്ലാതെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ക്യാഷ് എടുക്കാൻ പറ്റുക? അപ്പോ വിനീത് പറയാണ്, എനിക്കും അത് മനസ്സിലാകുന്നില്ല കാവേരി. എന്റെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ക്യാഷ് പോയെന്ന് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് കാവേരിയും വിനീതും കൂടി ബാങ്കിലേക്ക് പോവാണ്. വിനീത് കാവേരിയോട് പറയാണ്, ഈ സാറാണ് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞത്. വിനീതിനെ കണ്ടപ്പോ സാറ് വിനീതിനോടും കാവേരിയോടും പറയാണ്, നിന്റെ അക്കൗണ്ടിന്റെ കാര്യം ഞാൻ മാനേജറിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാവേരിയെയും വിനീതിനെയും മാനേജറിന്റെ റൂമിലേക്ക് കൊണ്ടുപോവാണ് ആ സ്റ്റാഫ്. കാവേരി എന്നിട്ട് മാനേജറിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. വിനീത് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയതിന്റെ മെസ്സേജ് ഒക്കെ മാനേജർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന മാനേജർ ക്യാഷ് ഡെബിറ്റ് ആയതിന്റെ മെസ്സേജ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന കാവേരി ഞെട്ടാണ്. എന്നിട്ട് മാനേജറിനോട് ചോദിക്കുകയാണ്, വിനീതേട്ടൻ പെർമിഷൻ കൊടുക്കാതെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുക? അപ്പൊ മാനേജർ വിനീതിനോട് ചോദിക്കുകയാണ്, നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നീ ആർക്കെങ്കിലും കൊടുത്തിരുന്നോ? ഇല്ലെന്ന് പറയാണ് വിനീത്. അപ്പോ സാറ് ചോദിക്കാണ്, കാർഡുമേയുള്ള നമ്പർ പറയോ, അയച്ച OTP നമ്പർ പറയോന്ന് ചോദിച്ചിട്ട് ആരെയും വിളിച്ചിരുന്നോ? അപ്പോ വിനീത് ഇല്ലെന്ന് തന്നെ പറയാണ്. അപ്പോ കാവേരി മാനേജറിനോട് ചോദിക്കുകയാണ്, വിനീതേട്ടന്റെ അക്കൗണ്ടിലെ ക്യാഷ് മോഷ്ടിച്ചെന്നാണോ സാറ് പറയുന്നേ? അങ്ങനെ ആവാനാണ് ചാൻസ് എന്ന് പറയാണ് മാനേജർ. നിങ്ങളുടെ അടുത്തുനിന്ന് എന്തേലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും, ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്ക്. അപ്പോ വിനീത് ഒന്നുകൂടെ ഓർത്ത് നോക്കാണ്. അപ്പോ വിനീതിന് മനസ്സിലാവാണ്, ഒരാള് ബാങ്കിൽ നിന്നാണ് കോള് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചതും അക്കൗണ്ട് വെരിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോ അക്കൗണ്ട് നമ്പറും OTPയും അവർക്ക് പറഞ്ഞു കൊടുത്തതൊക്കെ വിനീത് ഓർക്കാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മാനേജറിനോട് പറയാണ് വിനീത്. അപ്പോ മാനേജർ പറയാണ്, OTP നമ്പർ ആരോടും പറയരുതെന്ന് ഞങ്ങൾ തന്നെ നിങ്ങളോട് പറയാറില്ലേ, അതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ടാവുക. ഇനി ആ ക്യാഷ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കാവേരിയും വിനീതും അക്കൗണ്ടിൽ നിന്നും മുഴുവൻ ക്യാഷും പോയതിന്റെ ടെൻഷനിൽ ഇരിക്കുകയാണ്. ഇനി നിളയുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തും എന്നൊക്കെ ആലോചിച്ച് ടെൻഷനിൽ നിൽക്കുകയാണ് കാവേരിയും വിനീതും. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.